ഹായ് ഹലോ ഞാനും അമ്മയും കൂടി പോകുന്നത് നമ്മുടെ വിജു ഏട്ടൻ്റെ പുസ്തക പ്രകാശനത്തിനാണ് കേട്ടോ. പുസ്തക പ്രകാശനം നടക്കുന്നത് തലക്കുളത്തൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ടായിരുന്നു. കഴിഞ്ഞ സൺഡേ ആണ് പുസ്തക പ്രകാശനം നടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിജു ഏട്ടൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരമാണ് കുഴിമന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുസ്തകം. പൊതുവേ ഞാൻ വായനാശീലം വളരെയധികം കുറവുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു പുസ്തകം കണ്ടപ്പോഴും അവിടെ ഇരുന്ന് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴും എനിക്ക് ഈ ഒരു പുസ്തകം വാങ്ങണമെന്നും വായിക്കണം തോന്നി കേട്ടോ. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞു. ഏകദേശം 30ഓളം കവിതകൾ ഇതിൻ്റെ അകത്ത് വിജുവേട്ടൻ എഴുതിയിട്ടുണ്ട്. എന്താ പറയുക, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് വായിച്ചാൽ അതിൻ്റെ പൊരുൾ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് വിജുവേട്ടൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നെപ്പോലെയല്ല, എൻ്റെ മോള് കുറച്ചുകൂടി വായനാശീലമുള്ള കൂട്ടത്തിലായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ തന്നെ അവൾ പെട്ടെന്ന് തന്നെ എടുത്തത് വായിക്കാൻ തുടങ്ങി. സാധാരണക്കാർ കാണാത്ത കാഴ്ചകൾ അസാധാരണമായി കാണുവാൻ കഴിവുള്ളവരാണ് കവികളെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലാണ് ഇതിലെ ഓരോ കവിതകളും വിജുവേട്ടൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. വിജുവേട്ടൻ്റെ കുഴിമന്തി എന്ന പുസ്തകത്തിലെ ആദ്യത്തെ കവിതയായ മിണ്ടിത്തുടങ്ങണം എന്ന കവിത വായിച്ചപ്പോൾ തന്നെ നല്ല രസം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആത്മഹത്യക്ക് മുമ്പ് ഒരാൾ, കുഴിമന്തി, പേര് മാറുന്ന വീടുകൾ തുടങ്ങിയ കവിതകളൊക്കെ വായിച്ചപ്പോൾ ഒരുപാട് ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോയി. ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല കവിതകൾ എഴുതാൻ വിജുവേട്ടന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ കുഞ്ഞു വീഡിയോയുടെ അവസാനിപ്പിക്കട്ടെ. കൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വിജുവേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ വാങ്ങി വായിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.